സംസ്ഥാനത്തിൻ്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തിങ്കളാഴ്ചയാണ് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് ഈ ബജറ്റ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിടയിലാണ് ബജറ്റ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് വരുമാനം കൂട്ടാനുള്ള നടപടികൾ? സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് വരുമാനം കൂട്ടാൻ കൂടുതൽ നിക്ഷേപം വരണം, തൊഴിലുണ്ടാവണം, എല്ലാം വേണം. പക്ഷേ അതെല്ലാം ചെയ്താലും നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന മഹാഭൂരിപക്ഷം വരുന്ന തുകയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകുന്നത്. ആകെ നമുക്ക് അവർ ശേഖരിക്കുന്നതിനകത്ത് ഏറ്റവും കുറവ് പെർസെൻറ്റേജ് തരുന്ന സ്റ്റേറ്റായിട്ട് കേരളം മാറിയിട്ടുണ്ട്. റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് പറഞ്ഞത്. അത് കിട്ടാതെ നമ്മുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വർഷമാണ്, അപ്പോൾ ഒരു പോപ്പുലർ ബജറ്റാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സ്വഭാവമായിരിക്കുമോ? പോപ്പുലർ തന്നെ ആയിരിക്കും. പോപ്പുലർ ബജറ്റ് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന സമീപനങ്ങൾ കൊണ്ട് പോപ്പുലർ ആയിരിക്കും. ഇനിയും വരുമാനം കൂട്ടാതെ നമുക്ക് ഈ വികസന ആവശ്യങ്ങൾ നിറവേറ്റാനും മറ്റും കഴിയില്ല. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഈ വികസന ആവശ്യത്തിന് നമുക്ക് വരുമാനം കൂട്ടണമെന്നുള്ള സത്യമാണ്. പക്ഷേ നമുക്കൊരു ലെവലിനപ്പുറം നികുതി ഒക്കെ നിശ്ചയിക്കാനും കളക്ട് ചെയ്തെടുക്കാനും പറ്റില്ല. ഒരു ലെവലിനപ്പുറം അതിന് പരിധിയുണ്ട്. ഭൂമിയുടെ ന്യായവില നമ്മൾ 20% വർദ്ധിപ്പിച്ച് കഴിഞ്ഞു പറ്റും. പക്ഷേ രജിസ്ട്രേഷൻ്റെ നമ്പർ ഓഫ് രജിസ്ട്രേഷൻ കുറയുകയാണ്. രജിസ്ട്രേഷൻ്റെ വരുമാനം കുറയത്തില്ല. അല്ല, നമ്പർ ഓഫ് രജിസ്ട്രേഷൻ ഇല്ല. രജിസ്ട്രേഷൻ്റെ വരുമാനം കുറയും എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വരുമാനം കൂടുതൽ തന്നെയായിരിക്കും. പക്ഷേ ഇഷ്യൂ അതല്ല. ഈ റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റീസും ഇതുപോലുള്ള ആക്ടിവിറ്റീസും കുറയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ 12,000 കോടിയോളം രൂപ ശമ്പള വർഷത്തിന് അരിയറായിട്ടും DA കുടിശ്ശികയായിട്ടുണ്ട്. പിന്നെ അത് കൊടുത്തു തീർക്കാനുള്ള എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും ബജറ്റിൽ നിർദ്ദേശം? DA കുടിശ്ശികയും അല്ലെങ്കിൽ DA ശമ്പള കുടിശ്ശികയും അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. DA ഉൾപ്പെടെയുള്ളത് കൊടുക്കേണ്ടതുണ്ട്. കൊടുക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ സമീപനം. അത് ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ജീവനക്കാർക്ക് അറിയാം. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക, കാരണം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കഴിഞ്ഞ റിപ്പോർട്ടിലുണ്ട് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാമെന്ന്. അപ്പോൾ അത്തരം ആലോചനകൾ നമ്മൾ ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേരളത്തിൻ്റെ തനത് മദ്യം എന്ന മട്ടിൽ നമുക്ക് ചില കാഴ്ചപ്പാട് അവതരിപ്പിച്ചിരുന്നു. അതിൽ തന്നെ മരച്ചീനിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കുന്നത്, അത്തരം കാര്യങ്ങളിൽ പലതും നടപ്പിലായിട്ടില്ലല്ലോ. ഈ മരച്ചീനിയിൽ നിന്നുള്ള മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മദ്യം എന്നല്ല, മരച്ചീനിയിൽ നിന്ന് ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച സ്പീഡിലല്ല എന്ന് പറയാൻ എനിക്ക് മടിയില്ല. കോസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനേക്കാളും വില കൂടുതലാവും. അതും ഒരു കാരണമാണ്. കാരണം അന്ന് അവർ പറഞ്ഞ കണക്കനുസരിച്ച് 80 രൂപ ഒരു ലിറ്ററിന്. അന്നത്തെ കണക്കനുസരിച്ച് 60-65 രൂപയേ ഉള്ളൂ സ്പിരിറ്റിന്. ഇത് സ്പിരിറ്റാണ്, അത് സ്പിരിറ്റാണ്. അപ്പം 15 രൂപ കുറവുള്ള ഒരു സാധനം പുറത്തുനിന്ന് കിട്ടുമ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ അതേ അസംസ്കൃത വസ്തുവിന് എത്ര ഡിമാൻഡ് വരും എന്നുള്ള പ്രശ്നമാണ്. ഈ മറ്റൊരു അവസാനമായിട്ട് ചോദിച്ചാൽ നമുക്ക് ഈ നികുതി ഭാരം കൂട്ടുന്ന തീരുമാനങ്ങളുണ്ടാവും? ഭാരം കൂട്ടുന്ന തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. ജനങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുന്ന തീരുമാനങ്ങളല്ലാതൊന്നും അല്ല. ബഡ്ജറ്റിനകത്ത് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാൻ പറ്റും? സേവന മേഖലയിൽ സർവീസ് ചാർജുകൾ വർദ്ധിപ്പിക്കുന്ന തീരുമാനം, അത്തരം കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിലല്ലേ പറയണ്ടേ?